ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സിലബസ് 8th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ എന്നുള്ള ചാപ്റ്റർ ആണ്. എന്താണ് ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 + 2 = 5 അല്ലെങ്കിൽ 3 - 2 = 1. ഇവിടേക്ക് നോക്കിയേ, ഇവിടേക്ക് ഇത് ഈക്വൽ ടു സൈൻ ഉണ്ട് അല്ലേ. ഇങ്ങനെ ഈക്വൽ ടു സൈൻ വരുന്നവരെ ഇങ്ങനെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിലൊരു ഈക്വൽ ടു സൈൻ ഉണ്ടാവും. ഇങ്ങനെ ഈക്വൽ ടു സൈൻ ഇട്ട് വരുന്ന അല്ലെങ്കിൽ സമം, ഇങ്ങനെ സമം അല്ലെങ്കിൽ ഈക്വൽ ടു സൈൻ ഇട്ട് വരുന്ന ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആണ്, കൂട്ടലും കുറയ്ക്കലും. അതിനകത്ത് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സുഹറ ഓപ്പൺഡ് ഹെർ മണി ബോക്സ് ആൻഡ് സ്റ്റാർട്ടഡ് കൗണ്ടിങ്. ഹൗ മച്ച് ഡു യു ഹാവ്? മദർ ആസ്ക്ഡ്. ഇഫ് യു ഗേവ് മീ 7 rupees, I had have around 50. സുഹറ looked up hopefully. How much does she have in her box? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? സുഹറ പണപ്പെട്ടി പൊട്ടിച്ചിട്ട് ഇങ്ങനെ തുറന്നിട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ ചോദിച്ചു എത്ര രൂപയുണ്ട് അതിലെന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? ഇഫ് യു ഗേവ് മീ 7 rupees, ഒരു 7 രൂപ കൂടി തരുകയാണെങ്കിൽ 50 രൂപ ആകും എന്നാണ് സുഹറ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സുഹറയുടെ ബോക്സിൽ എത്ര രൂപയുണ്ടാകും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കുക? സുഹറയുടെ ബോക്സ് നമുക്ക് ആകെ അറിയാവുന്ന എന്താ, സുഹറയുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം 7 രൂപ കൂടി കിട്ടിയാൽ, അപ്പൊ സുഹറയുടെ ബോക്സിൽ എത്രയോ രൂപ ഉണ്ട്, അതിന്റെ കൂടെ 7 രൂപ കൂടി കിട്ടിയാൽ എത്ര രൂപയാകും? 50 രൂപയാകും എന്നാണ് സുഹറ പറഞ്ഞത്. അപ്പൊ സുഹറയുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് നമുക്കറിയില്ല. 7 രൂപ കൂടി അമ്മ കൊടുത്താൽ എന്ന് പറയുമ്പോൾ ആ സുഹറയുടെ കയ്യിലുള്ള പൈസയുടെ കൂടെ 7 രൂപ കൂടി കൂട്ടിയാൽ 50 രൂപ ഉണ്ടാകും. അപ്പൊ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 50-ൽ നിന്ന് 7 കുറച്ചാൽ പോരെ? 50-ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഹറയുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ? അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഈ 7ന്റെ കൂടെ എത്ര രൂപ കൂട്ടിയാലാണ് 50 രൂപ കിട്ടുന്നതെന്ന് ആലോചിച്ചാലും മതി. അപ്പം അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ എഴുതിയ പോലെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. സുഹറയുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് നമുക്കറിയില്ല, അതിൻ്റെ കൂടെ 7 രൂപ അമ്മ കൂടി കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപയാകും എന്ന് നമുക്കറിയാം. ഇനി ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു ഇക്വേഷനാണ്, ഈക്വൽ ടു സൈൻ ഒക്കെ ഉള്ള ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷന്റെ ഈക്വൽ ടു സൈൻ്റെ ഈ ഭാഗം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്ന് പറയാം, ഇടതുവശം അല്ലെ. ഇതോ റൈറ്റ് ഹാൻഡ് സൈഡ്, ഇത് വലതുവശം. ഒരു ഇക്വേഷന്റെ LHS ഈക്വൽ ടു RHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പൊ ഈക്വൽ ടുന്റെ ഇടതുവശത്ത് ഒരു പോസിറ്റീവ് സൈൻ ആണെങ്കിൽ ആ സൈനെ നമ്മൾ വലതുവശത്തേക്ക് മാറ്റുമ്പോൾ അത് എന്തായിട്ട് മാറും? നെഗറ്റീവ് സൈൻ ആയിട്ട് മാറും, മൈനസ് സൈൻ ആയിട്ട് മാറും. ഇനി ഇവിടെ മൈനസ് സൈൻ ആണെങ്കിൽ അത് ഈക്വൽ ടുന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് സൈൻ ആയിട്ട് മാറും. ഇനി ഇവിടെ ഇൻറ്റു ആണെങ്കിൽ, ഗുണിക്കാനാണെങ്കിൽ അത് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കാനായിട്ട് മാറും. ഇവിടെ ഹരിക്കാനാണെങ്കിൽ അത് ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കാനായിട്ട് മാറും, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഈ ഒരു ഭാഗം നല്ലപോലെ പഠിച്ചു വെക്കുക, കാരണം ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന ഒരു പോർഷനാണ്. ഞാൻ സൈഡിലേക്ക് മാറ്റി എഴുതാം. പോസിറ്റീവ് സൈൻ ആണെങ്കിൽ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആവും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും, പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും. ഇൻറ്റു ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കാനാവും, ഡിവിഷൻ ആവും, ഡിവിഷൻ ആണെങ്കിൽ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇപ്പൊ നമ്മളത് പറഞ്ഞ എന്താ? സുഹറ പണപ്പെട്ടി തുറന്നു, പണപ്പെട്ടിയിൽ എത്ര രൂപ ഉണ്ടെന്ന് നമുക്കറിയില്ല.
അതിൻ്റെ കൂടെ അമ്മ ഒരു 7 രൂപ കൂടി കൊടുക്കുകയാണെങ്കിൽ, അപ്പം അതിൻ്റെ കൂടെ ഒരു 7 രൂപ കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയായിട്ട് കിട്ടും? 50 രൂപയാകും എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സുഹറ എത്രയാണ്, സുഹറയുടെ പെട്ടിയിൽ എത്ര രൂപ ഉണ്ടായെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ നമുക്കറിയാത്ത ഭാഗം അവിടെ നിർത്തുക. എന്നിട്ട് ഈ 7 എന്ന് പറയുന്നത് ഇവിടെ +7 ആണല്ലോ. ഈ +7 നമുക്ക് ഈക്വൽ ടുവിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഉണ്ടാവും. അപ്പം എന്ത് വരും? അവിടെ ഉള്ളത് 50 അവിടെ തന്നെ നിർത്തുക. ദെൻ ഈ +7 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറഞ്ഞു പ്ലസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അപ്പം 50 - 7. അപ്പം എന്ത് കിട്ടി? 40. അപ്പോൾ സുഹറയുടെ പണപ്പെട്ടിയിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 43 രൂപയാണല്ലോ ഉണ്ടായത്. നീ നോക്കിയേ ശരിയാണോന്ന്? അവളുടെ പണപ്പെട്ടിയിൽ 43 രൂപ ഉണ്ടായിരുന്നു. അമ്മയോട് എന്താ പറഞ്ഞത്? 7 രൂപ കൂടി അമ്മ തരികയാണെങ്കിൽ 50 രൂപയാവും. നോക്കി 7 3 7 + 3 10 4 + 1 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ടെക്സ്റ്റ് ബുക്കിലൊരു എക്സാമ്പിൾ ആണ്. Unni spent 8 rupees out of his Vishu Kainittam to buy a pen. Now he has 42 rupees left. How much is his കൈനീട്ടം? അപ്പോൾ ഉണ്ണി വിഷു കൈനീട്ടം കിട്ടിയതിൽ നിന്ന് 8 രൂപ എടുത്ത് ഒരു പേന വാങ്ങിച്ചു. 48 രൂപ കയ്യിൽ മിച്ചമുണ്ട്. എത്ര രൂപയാണ് കൈനീട്ടം കിട്ടിയെന്നാണ് ചോദിച്ചത്. ഉണ്ണി പേന വാങ്ങാനായിട്ട് ചെലവാക്കിയത് എത്ര രൂപയാണ്? പേന വാങ്ങിയത് 8 രൂപക്കാണ് ഉണ്ണി പേന വാങ്ങിയത്. 8 രൂപക്കാണ് ഉണ്ണി പേന വാങ്ങിയത്. പിന്നെ ബാലൻസ് ആയിട്ട് 42 രൂപയും ഉണ്ട്. ബാലൻസ് 42 രൂപയും ഉണ്ട്. അപ്പോൾ പേനയുടെ വിലയും നമുക്ക് കിട്ടി. ഈ ബാലൻസും കൂടി കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് ഉണ്ണിക്ക് എത്ര രൂപ വിഷു കൈനീട്ടം കിട്ടിയെന്ന് അറിയാലോ. അപ്പോൾ അവന് വിഷു കൈനീട്ടം കിട്ടിയതിൽ 8 രൂപ പേന വാങ്ങിച്ചു. ബാക്കി 42 രൂപ ബാലൻസും കയ്യിലുണ്ടെങ്കിൽ നമുക്കത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 42 + 8 50 രൂപ. അപ്പോൾ ഉണ്ണിക്ക് എത്ര രൂപയായിരിക്കും വിഷു കൈനീട്ടം കിട്ടിയത്? 50 രൂപയായിരിക്കുമല്ലോ. ഇനി നോക്കിയേ, ഈ 50 രൂപയാണ് വിഷു കൈനീട്ടം കിട്ടിയെങ്കിൽ 50 രൂപയ്ക്ക് 8 രൂപേൻ്റെ പേന വാങ്ങിച്ചു. അപ്പം എന്തുണ്ട്? 42 രൂപ. 42 രൂപയല്ലേ അവൻ്റെ ബാലൻസും ഉണ്ടായത് കയ്യിൽ. അപ്പോൾ തിരിച്ചും മറിച്ചും ചെയ്ത് നോക്കുക. അപ്പം കറക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എത്ര രൂപയാണ് വിഷു കൈനീട്ടം കിട്ടിയത്? 50 രൂപ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് 34 കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ള പ്രോബ്ലംസ് ആണ്. നോക്കാം. 6 more marks and I would have got full 100 marks in the math test. Rajan was sad. How much mark did he actually get? എന്താ പറഞ്ഞത്? 6 മാർക്ക് കൂടി കിട്ടിയാൽ കണക്കിന് 100 ആയേനെ. രാജന് സങ്കടം. രാജൻ എത്ര മാർക്കാണ് കിട്ടിയത്? ഇപ്പം രാജൻ എന്താ പറഞ്ഞത്? 6 മാർക്ക് കൂടി കൂടുതൽ കിട്ടിയാൽ മാത്സിന് 100 മാർക്ക് കിട്ടും. അപ്പോൾ രാജന് കിട്ടിയ മാർക്ക് എത്രയെന്ന് നമുക്കറിയില്ല. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അതിൻ്റെ കൂടെ 6 മാർക്ക് കൂടി കിട്ടിയാൽ രാജന് എത്ര മാർക്കാവും? 100 മാർക്കാവും എന്നല്ലേ പറഞ്ഞത്? 6 മാർക്ക് കൂടി കിട്ടിയാൽ രാജന് 100 മാർക്കാവും. അപ്പം നമുക്ക് ഇത് വെച്ച് ചെയ്ത് നോക്കാമല്ലോ. നമുക്കറിയില്ല രാജന് എത്ര മാർക്കാണ് കിട്ടിയത്. അത് അവിടെ തന്നെ നിർത്തുക. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ 100 അല്ലേ ഉള്ളത്. ഇനി +6 അപ്പുറത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇടത് വശത്തുള്ള +6 ഈക്വൽ ടുൻ്റെ വലത് വശത്തേക്ക് പോകുമ്പോൾ +6 എന്താവും? -6 ആവും. അപ്പോൾ 100 - 6 എത്ര വരും? 94. അപ്പോൾ രാജന് എത്ര മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 94 മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നോക്കിയേ, രാജൻ എന്താ പറഞ്ഞത്? അവന് കിട്ടിയ മാത്സിൻ്റെ മാർക്കിൻ്റെ കൂടെ 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ 100 ആയതിനെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ നോക്കിയേ, രാജന് കിട്ടിയ മാർക്ക് 94 ആണെങ്കിൽ അതിൻ്റെ കൂടെ 6 മാർക്ക് കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. അപ്പോൾ രാജന് മാത്സിന് കിട്ടിയ മാർക്ക് എത്രയായിരുന്നു? 94 മാർക്കായിരുന്നു.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മദർ ഗേവ് 60 rupees to Lizzie for buying books. She gave back the 30 rupees left. For how much money did she buy books? ലിസിക്ക് അമ്മ 60 രൂപ കൊടുത്തു. പുസ്തകം വാങ്ങാനായിട്ട് 60 രൂപ ലിസിക്ക് കൊടുത്തു. 13 രൂപ ലിസി തിരിച്ചും കൊടുത്തു. പുസ്തകം വാങ്ങിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന 13 രൂപ തിരിച്ചു കൊടുത്തു. പുസ്തകത്തിന് എത്ര രൂപയായി? അപ്പൊ ലിസിക്ക് അമ്മ കൊടുത്തത് എത്രയായിരുന്നു? ലിസിക്ക് അമ്മ കൊടുത്തത്, ലിസിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ എന്ന് പറയുന്നത്, ലിസിക്ക് അമ്മ കൊടുത്ത പൈസ എന്ന് പറയുന്നത് എത്ര രൂപയായിരുന്നു? 60 രൂപയായിരുന്നു. 60 rupees ആയിരുന്നു കൊടുത്തത്. ഇനി ബാലൻസ് എത്ര രൂപ ഉണ്ടായിരുന്നു? തിരിച്ചു കൊടുത്തത് അമ്മക്ക് ബുക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ട് അവള് ബാലൻസ് തിരിച്ചു കൊടുത്തില്ലേ, അത് എത്ര രൂപയായിരുന്നു? ബാലൻസ് 13 രൂപയായിരുന്നു. 13 രൂപ ലിസി തിരിച്ചും കൊടുത്തു അല്ലേ? അപ്പൊ പുസ്തകത്തിന്റെ വില എങ്ങനെ കിട്ടും? പുസ്തകത്തിന്റെ വില അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ബുക്ക് എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? എന്ത് ചെയ്യണം? മൊത്തം 60 രൂപ അമ്മ കൊടുത്തു, 13 രൂപ തിരിച്ചും കിട്ടി. അപ്പൊ 60 13 കുറച്ചാ പോരെ? എത്ര കിട്ടും? 747 rupees ആയിരുന്നു ബുക്കിന്റെ വില. അപ്പൊ എന്താ പറഞ്ഞത്? ലിസിക്ക് അമ്മ 60 രൂപ കൊടുത്തു ബുക്സ് വാങ്ങാനായിട്ട് 60 രൂപ കൊടുത്തു. തിരിച്ച് 13 രൂപ ലിസി അമ്മക്ക് ബുക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ട് 13 രൂപ അമ്മക്ക് ബാലൻസ് തിരിച്ചും കൊടുത്തു. അപ്പൊ ബുക്കിന്റെ വില എത്രയായിരിക്കും? 60 13 കുറച്ച് നമുക്ക് ബുക്കിന്റെ വില കിട്ടുമല്ലോ. എത്ര രൂപയായിരുന്നു? 47 രൂപ. ഇനി ശരിയാണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബുക്കിന്റെ വില 47 രൂപ. ലിസി ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് അമ്മക്ക് തിരിച്ചു കൊടുത്തത് 13 രൂപ. അപ്പൊ 7 3 10, 4 1 4 + 1 5 + 1 60. ലിസിയുടെ കയ്യിലുണ്ടായിരുന്ന 60 rupees നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ ലിസി വാങ്ങിച്ച ബുക്കിന്റെ വില 47 രൂപ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഗോപാലൻ bought a bunch of bananas. 7 of them were rotten, which he threw away. Now there are 46. How many bananas were there in a bunch? ഗോപാലൻ ഒരു കുല പഴം വാങ്ങി. കേടുവന്ന 7 എണ്ണം മാറ്റിക്കഴിഞ്ഞപ്പോൾ 46 എണ്ണം ഉണ്ട്. എങ്കിൽ കുലയിൽ എത്ര പഴമുണ്ട്? അപ്പോൾ ഗോപാലന്റെ ഒരു കുല പഴമാണ്. അതില് 7 എണ്ണം എന്ത് ചെയ്തു? കേടുവന്നപ്പോൾ അതിനകത്ത് മാറ്റി. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 46 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗോപാലന്റെ കുലയില് എത്ര പഴം ഉണ്ടായിരുന്നു എന്നല്ലേ ചോദിച്ചത്? അങ്ങനെയാണെങ്കിൽ എത്ര പഴം ഉണ്ടാവും? 46 എണ്ണം ബാക്കിയുള്ളതും ഉണ്ട്, 7 എണ്ണം കേടായതുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതിയല്ലോ. 46 + 7 എത്ര കിട്ടും? 53 പഴം ഉണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. വിമല സ്പെൻഡ് 163 rupees shopping and now she has 217 rupees. How much money did she have at first? വിമല 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. അതിൽ 217 രൂപ മിച്ചവും ഉണ്ട്. അപ്പോൾ വിമല 163 രൂപയ്ക്കാണ് സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ വിമല സാധനം വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ്? വിമല സാധനം വാങ്ങാൻ വേണ്ടി സ്പെൻഡ് ചെയ്തത് എത്ര രൂപയാണ്? 163 രൂപ. ബാലൻസ് എത്രയുണ്ട് വിമലയുടെ കയ്യില്? 163 rupees സ്പെൻഡ് ചെയ്തു, 217 rupees ബാലൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വിമലയുടെ കയ്യിൽ ആദ്യം എത്ര രൂപ ഉണ്ടായിട്ടുണ്ടാവും? അപ്പോൾ വിമലയുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം? 163 രൂപ സ്പെൻഡ് ചെയ്തു, 217 രൂപ മിച്ചവും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതിയല്ലോ. അപ്പോൾ വിമലയുടെ കയ്യിൽ ആദ്യം എത്ര ഉണ്ടായിട്ടുണ്ടാവും? 217
വിമലയുടെ കയ്യിൽ എത്ര ഉണ്ടാവും? 163. 217 കൂടി കൂട്ടിയാൽ മതിയല്ലോ. 7 3 10, 7 8 3. 380 റുപ്പീസ് അല്ലെങ്കിൽ 380 രൂപ. അപ്പോൾ വിമല 163 രൂപ സ്പെൻഡ് ചെയ്തു. ബാലൻസ് 217 കിട്ടുകയും ചെയ്തു. അപ്പോൾ രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞപ്പോൾ എത്ര രൂപ കിട്ടി? 380 രൂപയായിരുന്നു വിമലയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത്. ഈ 5th ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയോട് 284 കൂട്ടിയപ്പോൾ 452 ആയി. സംഖ്യ ഏതാണ്? 264 added to a number makes it 452. 452. What is the number? ഏതോ ഒരു സംഖ്യ, നമുക്ക് സംഖ്യ അറിയില്ല, ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ആ സംഖ്യയുടെ കൂടെ എത്ര കൂട്ടി? 254. 254. 254 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 452 കിട്ടി. 452 കിട്ടി. അപ്പൊ എന്താ പറഞ്ഞത്? ഏതോ ഒരു സംഖ്യ, എനി നമ്പർ, നമുക്ക് അറിയില്ല നമ്പർ, ആ നമ്പറിന്റെ കൂടെ 254 കൂട്ടിയപ്പോഴാണ് ഈ 452 കിട്ടിയതെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഇന്ന് ഈ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. ആ സംഖ്യ അവിടെ നിർത്തുക, ഈക്വൽ ടു സൈൻ ഇട്ട് കൊടുക്കുക. ഈക്വൽ ടുന്റെ അപ്പുറത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്രയുള്ളത്? വലത് ഭാഗത്ത് 482, 452 ഉണ്ട്. ഇനി ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ 254 ഉണ്ടല്ലോ, അതിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പം പ്ലസ് 254 ആണുള്ളത്. അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -254 ആവും. ഈ റൂള് പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, ഇൻറ്റു ഡിവിഷൻ ആവും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ 452 മൈനസ് 254. ഇനി അത് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുമല്ലോ. എത്രയായിരിക്കും? 452. 452 മൈനസ് 254. 12. 12 4 പോയാൽ 6 അല്ലല്ലോ, 8. ഇവിടെ 4 ഉണ്ട്, 4 5 പോവില്ല. 14. 14 മൈനസ് 5 എത്ര കിട്ടും? 9. then 3 198. 198. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഏതോ ഒരു നമ്പറിനോട് 254 കൂട്ടിയപ്പോൾ 452 കിട്ടി. ഇനി നമ്പർ 198 ആണെന്ന് നമ്മൾ കിട്ടിയല്ലോ. ഇനി നോക്കാം നമുക്ക് ആ നമ്പറിനോട് 254 കൂട്ടുമ്പോൾ 254 കൂട്ടുമ്പോൾ 452 കിട്ടുന്നുണ്ടോ? 8 + 4 12, 1 9 1 10 plus 5 15, 2 plus 1 3 plus 1 4. 452 കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് കിട്ടിയ നമ്പർ എത്രയാണ്? 192. അപ്പൊ 192ന്റെ കൂടെ 198ന്റെ കൂടെ 254 കൂട്ടിയപ്പോഴാണ് 452 കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വരുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ആ പോർഷനിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 198 is subtracted from a number makes it 163. What is the number? ഒരു സംഖ്യയിൽ നിന്ന് 198 കുറച്ചപ്പോൾ 163 ആയി. സംഖ്യ ഏത്? അപ്പോൾ ഇതുപോലെ തന്നെ ഏതോ ഒരു സംഖ്യ നമുക്ക് അറിയില്ല, അതിന് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അതിൻ്റെ അകത്ത് നിന്ന് എത്ര കുറച്ചപ്പോഴാണ്? 198. 198 കുറച്ചപ്പോൾ എത്ര കിട്ടി? 163 കിട്ടി. 163 കിട്ടി. എങ്കിൽ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഏത് നമ്പറിന് കുറച്ചപ്പോഴാണ് 163 കിട്ടിയെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ അവിടെ തന്നെ നിർത്തുക. ഈക്വൽ ടു കൊടുത്തു. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഏതാ ഉള്ളത്? 163 ആണ് ഉള്ളത്. ഇനി ഇത് മൈനസ് ആണ്. മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ വലത് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായി മാറും? പ്ലസ് ആയി മാറും. പ്ലസ് 198. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ കിട്ടൂലേ? 163 പ്ലസ് 198. 8 3 8 + 3 11. 9 + 1 10 + 6
63 61. അപ്പോൾ ഏതോ ഒരു നമ്പർ, എനി നമ്പർ അല്ലെങ്കിൽ അൺനോൺ നമ്പർ ആണത്, അതിൻ്റെ നിന്ന് 198 198 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 163 കിട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്പർ കിട്ടി 361. ഈ നമ്പർ ശരിയാണോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം? ഈ 361 എന്ന് എത്ര കുറച്ചു? 361 എന്ന് 198 കുറച്ചപ്പോൾ 163 കിട്ടണ്ടോ നോക്കണം. 11 മൈനസ് 8 3, പിന്നെ 5 ഉണ്ടാവും, 5 നിന്ന് 9 പോവില്ല അല്ലേ. 15 മൈനസ് 9 എന്ത് വരും? 6. then 2 മൈനസ് 1 163 കിട്ടിയല്ലോ. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണ്. ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആൻസർ ശരിയാണോ എന്ന്. അപ്പം 361 ആൻസർ കിട്ടി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വേറൊരു ക്വസ്റ്റ്യൻ പറയാം. ചെറിയൊരു പ്രോബ്ലം പറഞ്ഞുതരാം, ടെക്സ്റ്റിലൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നോക്കുക, ഏതോ ഒരു നമ്പർ നമുക്കറിയില്ല, അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 11 കിട്ടി. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാത്ത നമ്പർ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തുക. ദെൻ ഈക്വൽ ടു ഇട്ട് കൊടുക്കുക. റൈറ്റ് സൈഡിലുള്ള നമ്പർ എടുത്ത് ഇവിടെ +5 ആണെങ്കിൽ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -5 ആവും. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്ലസ് മൈനസ് ആവും. അപ്പോൾ 11 മൈനസ് 5 6 വരും. ഇനി ഏതോ ഒരു നമ്പർ നമുക്കറിയില്ല, അതിൻ്റെ അടുത്തുനിന്ന് 2 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 8 കിട്ടി. അപ്പോൾ ഏതോ ഒരു നമ്പറിൽ നിന്ന് 2 മൈനസ് ചെയ്തപ്പോൾ 8 കിട്ടി. അപ്പോൾ എന്ത് ചെയ്യും? അറിയാത്ത നമ്പർ അവിടെ നിർത്തുക, ഈക്വൽ ടു ഇട്ട് കൊടുക്കുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതാ ഉള്ളത്? 8 ആണുള്ളത്. ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +2 ആവും. 8 + 2 10. ഇങ്ങനെയാണിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ എന്താണോ ഉള്ളത് നോക്കുക, അതിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കുക. ഇതാണ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.